So dear students, in the last class we discussed about optical fibers. Today we will discuss about the advantages and disadvantages of optical fiber. Advantages discuss ചെയ്യുമ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഇറ്റ് ഓഫേഴ്സ് ഹയർ ബാൻഡ് വിഡ്ത്ത്. ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് ലൈറ്റ് സിഗ്നൽസ് ആണ് ഡാറ്റയെ ക്യാരി ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ ഫൈബറിൽ കൂടി കൂടുതൽ ബാൻഡ് വിഡ്ത്ത് ഓഫ് ഡാറ്റ കൊണ്ടുപോകാൻ അതുകൊണ്ട് സാധിക്കും. കാരണം വളരെ തിൻ റേ ഓഫ് ബീമാണ് ഉപയോഗിക്കുന്നത്. മൾട്ടിമോഡ് ഫൈബേഴ്സിൽ കൂടുതൽ നമ്പർ ഓഫ് ഇൻസിഡൻറ്റ് റേസ് സാധ്യമാണ്. അതുവഴി ഹയർ ബാൻഡ് വിഡ്ത്ത് നമുക്ക് അച്ചീവ് ചെയ്യാം. ലെസ് സിഗ്നൽ അറ്റുനുവേഷൻ രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. അതായത് സാധാരണ രീതിയിൽ ഇലക്ട്രിക് സിഗ്നൽസ് ആണ് ഡാറ്റ കൊണ്ടുപോകുന്നതെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് സഞ്ചരിക്കുമ്പോൾ ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ് വീക്കൻ ചെയ്യും. വീക്കൻ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കോപ്പർ വയേഴ്സ് പോലുള്ള വയേഴ്സിന് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. സോ ഇറ്റ് ഒപ്പോസസ് ദ ഇലക്ട്രിക് ഫ്ലോ ഓർ ഇറ്റ് റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ആ റെസിസ്റ്റൻസിനെ അതിജീവിച്ചിട്ടാണ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഒരു നിശ്ചിത ഡിസ്റ്റൻസ് ചെല്ലുമ്പോഴത്തേന് ഇത് വീക്കൻ ചെയ്ത് മാറും. നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് ലൈറ്റാണ് ഉപയോഗിക്കുന്നത്. ലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഡസ് നോട്ട് ഗെറ്റ് ഇൻ്റർഫിയേർഡ് വിത്ത് മെറ്റാലിക് കണ്ടക്ടർ ബിക്കോസ് പ്ലാസ്റ്റിക് ഓർ ഗ്ലാസ് ഈസ് യൂസ്ഡ്. ഗ്ലാസ്സിൽ കൂടി നമ്മൾ ലൈറ്റ് റേസ് ഇൻസിഡൻ്റ് ആക്കി വിടുമ്പോൾ ഇതേപോലുള്ള ഒരു സിഗ്നൽ ലോസ് അധികം വരാറില്ല. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹൈ ആണ്. എന്നാൽ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പോകുമ്പോൾ കുറച്ച് വീക്ക് ആവുകയാണെങ്കിൽ പോലും നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലെസ്സാണ്. വി നീഡ് റിപ്പീറ്റേഴ്സ് എവ്രി 5 കിലോമീറ്റർ ഫോർ കൊയാക്സിൽ ഓർ ട്വിസ്റ്റഡ് പെയർ കേബിൾ. നമ്മൾ കൊയാക്സിൽ കേബിൾ ആണെങ്കിലും ട്വിസ്റ്റഡ് പെയർ കേബിൾ ആണെങ്കിലും ഉപയോഗിച്ചാൽ എവ്രി 5 കിലോമീറ്ററിൽ നമുക്ക് റിപ്പീറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണം, ഒരു ആംപ്ലിഫൈങ് നെറ്റ്വർക്ക് കണക്റ്റിംഗ് ഡിവൈസാണ്. അതായത് സിഗ്നൽസിനെ എടുത്ത് സിഗ്നൽസിനെ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്ത് റീജനറേറ്റ് ചെയ്ത് വീണ്ടും അയക്കുന്നത്. നിങ്ങൾ സാധാരണ ടെലിവിഷൻ കേബിളിൻ്റെ കേസിലാണെങ്കിൽ പോലും നമുക്ക് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കഴിയുമ്പോൾ ആംപ്ലിഫയേഴ്സ് വെക്കുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്. കൊയാക്സൽ കേബിളിലൂടെ ടെലിവിഷൻ ട്രാൻസ്മിഷൻ. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷന് കൊയാക്സൽ കേബിൾ ഉപയോഗിച്ചാലും 5 കിലോമീറ്റേഴ്സ് കഴിയുമ്പോൾ നമുക്ക് റിപ്പീറ്റർ എന്നുള്ള ഉപകരണം വേണ്ടി വരും. A signal can run for 50 kilometers without requiring regeneration. നേരെ മറിച്ച് ലെസർ അറ്റുനുവേഷൻ സാധ്യമാകുന്ന ഒപ്റ്റിക്കൽ ഫൈബറിനെ സംബന്ധിച്ചിടത്തോളം 50 കിലോമീറ്റർ വരെ നമുക്ക് റീജനറേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അവിടെ ഒരു ഉപകരണത്തിൻ്റെ ആവശ്യമില്ല. എവിടെ? ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ 50 കിലോമീറ്റർ വരെ ഡാറ്റ സിഗ്നൽസ് വളരെ ലോസ് ഒന്നും ഇല്ലാതെ സഞ്ചരിക്കുന്നതാണ്. Now, next is immunity to electromagnetic interference. ഇപ്പോൾ സാധാരണ രീതിയിൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ഥലത്തൂടാണ് പോകുന്നതെങ്കിൽ ആ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് ഉള്ള എൻവിറോൺമെൻറ്റിൽ ഇതിനകത്തൂടെ പോകുന്ന സിഗ്നൽസിനെ അത് ബാധിക്കും. അതായത് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഒരു ഹൈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫിയറൻസ് ഉള്ള ഏരിയ കൂടെ കടന്നു പോകുമ്പോൾ അതിനകത്തൂടെ പോകുന്ന സിഗ്നൽസിനെ അത് അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഉള്ള ഒരു എൻവിറോൺമെൻറ്റിൽ കൂടാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ പോകുന്നതെങ്കിൽ കൂടി ഒരു കാരണവശാലും ലൈറ്റ് റേയും ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫിയറൻസും തമ്മിൽ ബന്ധമില്ല. അതുകൊണ്ട് നമുക്ക് ഡാറ്റ ക്യാരിയിങ് ലൈറ്റ് റേസ് അതേപോലെ തന്നെ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയും ഒപ്റ്റിക്കൽ ഫൈബറുമായിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്സ് ഇൻ്റർഫിയർ ചെയ്യുകയില്ല. അതൊരു അഡ്വാൻറ്റേജാണ്. പക്ഷേ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഉള്ള എൻവിറോൺമെൻറ്റിൽ കൂടെ കേബിൾ വലിക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അത് ഇതിൽ അവോയ്ഡ് ചെയ്യും. റെസിസ്റ്റൻസ് ടു കൊറോസീവ് മെറ്റീരിയൽസ്. നിങ്ങൾക്കറിയാം കോപ്പർ പോലുള്ള മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ അണ്ടർനീത്തിലൂടെ ഒക്കെ പോകുമ്പോൾ കുറേ കഴിയുമ്പോഴത്തേന് അത് കൊറോഷന് വിധേയമാകും. അതായത് ഡീഗ്രഡേഷൻ സംഭവിക്കും. ഓക്കെ, വെള്ളമോ എന്തെങ്കിലുമൊക്കെ കയറി. ഒപ്റ്റിക്കൽ ഫൈബറിനെ സംബന്ധിച്ചിടത്തോളം ഗ്ലാസ് ആൻഡ് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അത് കുറച്ചുകൂടെ റെസിസ്റ്റീവ് ആണ് കൊറോസീവ് മെറ്റീരിയൽസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി അനദർ വൺ ഈസ് ലൈറ്റ് വെയ്റ്റ്. ട്വിസ്റ്റഡ് പെയറും കൊയാക്സിയലും നമ്മൾ ഒരു നിശ്ചിത ലെങ്ത് എടുത്ത് മുറിച്ച് അളന്ന് നോക്കുകയാണ് വെയ്റ്റ്.
നമുക്ക് മനസ്സിലാവും നല്ല ഹെവി വെയിറ്റ് ആണ് ഈ ട്വിസ്റ്റഡ് പെയറും അതുപോലെ കൊയാക്സിലും. എന്നാൽ ഒപ്റ്റിക്കൽ ഫൈബർ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഗ്രേറ്റർ ഇമ്മ്യൂണിറ്റി ടു ടാപ്പിംഗ്. ഇനി മറ്റൊരു കാര്യം, കൊയാക്സിലും ട്വിസ്റ്റഡ് പെയർ കേബിളും ഉപയോഗിച്ച് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഹിഡൻ ഏരിയയിൽ ഏതെങ്കിലും രീതിയിൽ മറ്റൊരു വ്യക്തി അറിയാതെ ആ കേബിളിനെ ടാപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ടാപ്പ് വെച്ച് നമുക്ക് സിഗ്നൽസിനെ കോപ്പി ചെയ്തെടുക്കാനൊക്കെ. എന്നാൽ ഒപ്റ്റിക്കൽ ഫൈബർ ലൈറ്റ് റേ വഴി പോവുകയും ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്നുള്ള പ്രിൻസിപ്പിളിൽ പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുകയും നമുക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ട് കൂടുതൽ ഇമ്മ്യൂണിറ്റി ഉണ്ട് ടാപ്പ് ചെയ്യപ്പെടാനായിട്ട്. ആളുകൾ ചോർത്തുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കേബിളിൽ കൂടി, ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ കൂടി പോകുന്ന ഡാറ്റയ്ക്ക് റെസിസ്റ്റൻസ് ഉണ്ട് ടാപ്പിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇത്രയാണ് അഡ്വാൻറ്റേജസ്. ഇനി ഡിസഡ്വാൻറ്റേജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ, ഇറ്റ്സ് ഇൻസ്റ്റലേഷൻ ആൻഡ് മെയിൻ്റനൻസ് റിക്വയർ എക്സ്പെർട്ടൈസ് ദാറ്റ് ഈസ് നോട്ട് എറ്റ് അവൈലബിൾ എവ്രിവെയർ. ഇപ്പോൾ ഒരു ട്വിസ്റ്റഡ് പെയറോ കൊയാക്സൽ കേബിളോ കണക്ട് ചെയ്ത് നിങ്ങളുടെ നെറ്റ്വർക്ക് പുനഃസ്ഥാപിക്കാനും എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ എളുപ്പമാണ്, കാരണം അതിൻ്റെ ടെക്നീഷ്യൻസിനെ വളരെ എളുപ്പത്തിൽ കിട്ടും. എന്നാൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് റെക്ടിഫൈ ചെയ്യാനായിട്ടുള്ള എക്സ്പേർട്സ് എവരിവെയറിൽ അവൈലബിൾ അല്ല, എല്ലായിടത്തും യഥേഷ്ടം അവൈലബിൾ അല്ല. അങ്ങനെയുള്ള വ്യക്തിയെ കിട്ടാൻ നമുക്ക് പ്രയാസമാണ്. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജാണ്. എന്തെങ്കിലും മെയിൻ്റനൻസ് ഇഷ്യൂ വരികയാണെങ്കിൽ പെട്ടെന്ന് പരിഹരിക്കാൻ ഒക്കത്തില്ല എന്നുള്ളത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ദെൻ യൂണി ഡയറക്ഷണൽ ലൈറ്റ് പ്രൊപ്പഗേഷൻ. Propagation of light is unidirectional. If we need bidirectional communication, two fibers are needed. സാധാരണ ഒരു കേബിളിലൂടെ ഒരു ഡയറക്ഷനിലേക്കാണ് ഡാറ്റ സഞ്ചരിക്കുന്നത്. അപ്പോൾ ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബറിൽ 2-way ലൈറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നില്ല. 2 കേബിൾ പാരലായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ടു ആൻഡ് ഫ്രോ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നുള്ളൂ. അത് വേണമെങ്കിൽ ഒരു ക്രിട്ടിക്കലായിട്ട് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. എന്നാൽ ട്വിസ്റ്റഡ് പെയറിലും കൊയാക്സിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് full duplex communication possible ആണ്. The cable and the interfaces are relatively more expensive than those of other guided medium. അപ്പോൾ ഇതിൻ്റെ കേസസിലാണെങ്കിൽ അതിൻ്റെ ഇൻ്റർഫേസസും കേബിളും കൂടെ ഒക്കെ ടോട്ടലായിട്ട് എടുത്ത് ഇൻസ്റ്റലേഷൻ കോസ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേന് നമുക്ക് ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ട് അനുഭവപ്പെടാറുണ്ട് പലപ്പോഴും. ഇത്രയാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അൺഗൈഡഡ് ട്രാൻസ്മിഷൻ മീഡിയ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ട്രാൻസ്മിഷൻ മീഡിയയെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഗൈഡഡ് മീഡിയ അഥവാ ഫിസിക്കൽ മീഡിയ, അതിൽ നമ്മൾ പഠിച്ചത് കോപ്പർ വയേഴ്സ്, അതുപോലെ ട്വിസ്റ്റഡ് പെയേഴ്സ്, കൊയാക്സിൽ കേബിൾ, അതുപോലെ ഒപ്റ്റിക്കൽ ഫൈബർ. അൺഗൈഡഡ് ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറയുമ്പോൾ വയർലെസ് മീഡിയ ആണ്. വയർലെസ് മീഡിയയെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്ക് ഫിസിക്കൽ എക്സിസ്റ്റൻസ് സെൻഡറും റിസീവറും തമ്മിൽ ഉള്ളതായിട്ട് അനുഭവപ്പെടത്തില്ല. നമ്മൾ നോക്കുമ്പോൾ സെൻഡിങ് മെഷീനും ഡെസ്റ്റിനേഷൻ മെഷീനും അപ്പുറം ഇരിപ്പുണ്ട്, ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്ന് പോലും നമുക്ക് കണ്ണുകൊണ്ട് കാണാനൊക്കത്തില്ല. അപ്പം അതിനെയാണ് അൺഗൈഡഡ് മീഡിയ അല്ലെങ്കിൽ വയർലെസ് മീഡിയ എന്ന് പറയുന്നത്, വയറില്ലാത്ത മീഡിയ. അൺഗൈഡഡ് മീഡിയ ട്രാൻസ്പോർട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അപ്പോൾ സാധാരണ രീതിയിൽ അൺഗൈഡഡ് മീഡിയ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനകത്തേക്ക് ഡാറ്റ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അയക്കുകയാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത്. ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ. വയർലെസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിലാണ് ഇതിനെ അറിയപ്പെടുന്നത്. സിഗ്നൽസ് ആർ നോർമലി ബ്രോഡ്കാസ്റ്റ് ത്രൂ ഫ്രീ സ്പേസ്. ഇപ്പോൾ സാധാരണ ഒരു സെൻഡിങ് മെഷീനിൽ നിന്ന് അതിലേക്ക് ഒരു വയറും കണക്ട് ചെയ്യാതെ ആ മെഷീനിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഡാറ്റ സിഗ്നൽസ് ഫ്രീ സ്പേസിലേക്കാണ് വിടുന്നത്. അത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനിലെ ഏതെങ്കിലും ഒരു വകഭേദമായിരിക്കും. അതിനകത്ത് എന്തുണ്ട്? ഡാറ്റയുണ്ട്. ആ ഡാറ്റയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനകത്ത് എൻകോഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദസ് ആർ അവൈലബിൾ ടു എനിവൺ ഹൂ ഹാസ് എ ഡിവൈസ് കേപ്പബിൾ ഓഫ് റിസീവിങ് ദം. ഏതെങ്കിലും ഒരു ഡിവൈസിന് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസിനെ ക്യാപ്ചർ ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ഒക്കുമെങ്കിൽ ആ പരിസരത്തുള്ള ആ കഴിവുള്ള എല്ലാ മെഷീനിനും ഈ സിഗ്നൽസ് കിട്ടും. അത് ഏകദേശം ഒരു ബ്രോഡ്കാസ്റ്റിംഗ് നേച്ചറാണ് നടക്കുന്നത്. ഒരു പോയിന്റിൽ നിന്ന് എല്ലാ ഡയറക്ഷനിലേക്കും വ്യാപിച്ചാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഈ ഡാറ്റ സിഗ്നൽസ് അയക്കുന്നത്. സോ വി ഹാവ് ടു ഡിസ്കസ് മെയിൻലി 3 ടൈപ്സ് ഓഫ് അൺഗൈഡഡ് ട്രാൻസ്മിഷൻ മീഡിയ ട്രാൻസ്മിഷൻ. One is radio waves, next one is microwave, third one is infrared waves. അപ്പോൾ വയർലെസ്സിന് ഏതൊക്കെ എക്സാമ്പിൾസ്? റേഡിയോ വേവ്സ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ് വേവ്സ്. ഇതാണ് മെയിൻലി
ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി ഈ മൂന്നെണ്ണവും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ദേ ആർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ്. ദേ ആർ ടേക്കൺ ഫ്രം ദ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഫോർ വയർലെസ് കമ്മ്യൂണിക്കേഷൻ. വയർലെസ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ നിന്ന് എടുത്ത 3 പ്രധാനപ്പെട്ട മീഡിയമാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ ഈ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബാൻഡ് ഇതിനകത്ത് വരച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 3 kHz to 300 kHz റേഡിയോ വേവ് ആൻഡ് മൈക്രോവേവ് ഈ പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്. ഇൻഫ്രാറെഡ് ആണെങ്കിൽ 300 GHz-നും 400 THz-നും ഇടയ്ക്ക് പല ഫ്രീക്വൻസിയിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെയാണ് ഇൻഫ്രാറെഡ് എന്ന് പറയുന്നത്. ഇനി 400 to 900 THz ആണെങ്കിൽ ലൈറ്റ് വേവ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക്കലി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ അല്ലെങ്കിൽ വേവ്സിൻ്റെ ഫ്രീക്വൻസിയുടെ ഒരു മെഷർ. ഇതിലെ സിഗ്നൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഈ ട്രാൻസ്മിഷൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡയഗ്രാം ഒന്ന് പരിശോധിക്കുക. നമ്മുടെ എർത്തിൽ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് വേണ്ടിയാണ് സാധാരണ രീതിയിൽ ഈ അൺഗൈഡഡ് മീഡിയ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനകത്തോ അല്ലെങ്കിൽ ഒരു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിലോ ഒക്കെ നമ്മൾ കേബിൾ ഉപയോഗിക്കുമെങ്കിലും ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് സാധാരണ രീതിയിൽ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ലോങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 10,000s of kilometers, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് അമേരിക്ക വരെ അങ്ങനെയുള്ള അത്രയും ഡിസ്റ്റൻസ്, ഇന്ത്യയിൽ നിന്ന് അമേരിക്ക വരെയുള്ള ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കാൻ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ സഹായം തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് എത്തുന്നതിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന്. ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യത്തില്ല. നമ്മുടെ വീട്ടിൽ നിന്നുള്ള കമ്പ്യൂട്ടറിൽ നിന്ന് ആ BSNLൻ്റെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൻ്റെ അടുത്ത് എത്തിയിട്ട് അവിടെ നിന്ന് ചിലപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആയിട്ടായിരിക്കും സഞ്ചരിച്ച് അത് അമേരിക്കൻ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നത്. പിന്നെ അവിടുന്ന് വീണ്ടും തിരിച്ച് ഗൈഡഡ് മീഡിയ കൂടെ പോകും. അപ്പോൾ എന്തായാലും ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ മീഡിയം കൊണ്ട് മാത്രം സാധിക്കുകയില്ല. വയറും വയർലെസ്സിൻ്റെയും കൂടെ ടോട്ടൽ വർക്കിംഗ് കൊണ്ടാണ് ഡാറ്റ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ ഡയഗ്രാം നമ്മൾ നോക്കിയാൽ എർത്തിൻ്റെ ഒരു ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ അയണോസ്ഫിയർ എന്ന് പറയുന്ന നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ലെയറാണ് ഒരു റോസ് കളറിൽ കാണിച്ചിരിക്കുന്നത്. ആ അയണോസ്ഫിയറിന് അകത്തുള്ള നമ്മുടെ നോർമൽ ഫ്രീ എയർ സ്പേസ് ആണ് കാണിച്ചിരിക്കുന്നത്. അയണോസ്ഫിയർ എന്ന് പറയുമ്പോൾ അയോൺസിൻ്റെ രൂപത്തിലായിരിക്കും അവിടുത്തെ മോളിക്യൂൾസ് എല്ലാം. അതിൻ്റെ താഴെയാണ് നോർമൽ എയർ, നമ്മുടെ ശ്വസിക്കുന്ന എയർ, ഓക്സിജൻ, നൈട്രജനും ഒക്കെ അടങ്ങുന്ന എയർ. അത് എർത്തിനെ ചുറ്റപ്പെട്ടിരിക്കുക. അപ്പോൾ ഗ്രൗണ്ട് പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന കണക്ക് ആ എർത്തിൻ്റെ മേളിലിരിക്കുന്ന ഒരു ആൻറ്റീന പോലെ ചെറിയത് കണ്ടില്ലേ, അവിടെ നിന്ന് ട്രാൻസ്മിഷൻ ചെയ്യുമ്പോൾ എർത്തിൻ്റെ സർഫസിനോട് ഒരു ഏകദേശം ചുറ്റി വളരെ അടുത്തായിട്ട് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഒരു പ്രൊപ്പഗേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി സ്കൈ പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ നോക്കിയേ, ട്രാൻസ്മിഷൻ ആരംഭിക്കുന്നത് ഒരു എർത്തിലെ ഒരു സ്റ്റേഷനിലെ ആൻറ്റിനയിൽ നിന്ന് മുകളിലേക്ക് അയച്ച് അത് അയണോസ്ഫിയറിലെത്തി റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് മറ്റൊരു ആൻറ്റിനയിലേക്ക് എത്തിച്ചേരുകയാണ്. ഇനി ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ചുകൂടി ഡിസ്റ്റൻസ് കുറവാണ്. ഞാൻ ഈ കാണിച്ച രണ്ടാമത്തെ സ്കൈ പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് തമ്മിൽ വളരെ കൂടുതലാണ്. ഏകദേശം എർത്തിൻ്റെ കർവേച്ചർ നമുക്ക് അനുഭവപ്പെടും. എന്നാൽ ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ അവ തമ്മിലായിട്ടൊരു 100 കിലോമീറ്റർ ഇത്രയും ദൂരമേ ഉള്ളൂ, അല്ലെങ്കിൽ 150 കിലോമീറ്റർ. ഇത്രയും ദൂരത്താണെങ്കിൽ നമുക്ക് ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റീനയ്ക്ക് മറ്റൊരു ആൻറ്റീനയെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാനൊക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലോജിക്കൽ അർത്ഥം എന്ന് പറഞ്ഞാൽ അവിടുന്ന് സിഗ്നൽസ് നേരെ അയച്ചു കഴിഞ്ഞാൽ ഈ കറക്റ്റ് ഡയറക്ഷനിൽ അയച്ചു കഴിഞ്ഞാൽ ഈ സിഗ്നൽസ് ട്രാവൽ ചെയ്ത് മറ്റൊരു ആൻറ്റീനയുടെ റിസീവിങ് ഡിഷിലേക്ക് എത്തിച്ചേരും. അതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 3 രീതിയിൽ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഉപയോഗിച്ച് ഡാറ്റ ട്രാൻസ്മിഷൻ നടത്താനൊക്കും. ഗ്രൗണ്ട് പ്രൊപ്പഗേഷൻ, സ്കൈ പ്രൊപ്പഗേഷൻ ആൻഡ് ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ. ഓരോന്നും നോക്കാം. In ground propagation, radio waves travel through lowest portion of the atmosphere, hugging the earth. എർത്തുമായിട്ട് ടച്ച് ചെയ്ത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് സഞ്ചരിച്ച് ഒരു സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് എത്തുന്നതാണ് ഗ്രൗണ്ട് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ദീസ് ലോ ഫ്രീക്വൻസി സിഗ്നൽസ് ഇമാനേറ്റ് ഇൻ ഓൾ ഡയറക്ഷൻ ഫ്രം ദ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന. ഒരു ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയിൽ നിന്ന് എർത്തിനോട് വളരെ അടുത്ത് നിൽക്കുന്ന രീതിയിൽ വ്യാപിക്കുകയാണ്. ഓക്കെ, എർത്ത് സർഫസുമായിട്ട് വളരെ അടുത്ത് വ്യാപിക്കുന്ന രീതിയിലുള്ള ട്രാൻസ്മിഷൻസ് ആണ് ഗ്രൗണ്ട് പ്രൊപ്പഗേഷൻ നടത്തുന്നത്. ഡിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ എമൗണ്ട് ഓഫ് പവർ ഓഫ് ദ സിഗ്നൽ.
എത്രമാത്രം ശക്തി പ്രൊപ്പഗേറ്റിംഗ് ആൻറ്റിനയ്ക്കുണ്ടോ ആ ശക്തിയിലായിരിക്കും ഈ സിഗ്നൽസ് സഞ്ചരിക്കുന്ന ദൂരം. അപ്പോൾ ഇത്ര കിലോമീറ്റർ വരെ ഗ്രൗണ്ടിനെ ടച്ച് ചെയ്ത് പോകുന്നതാണ്. ദ ഗ്രേറ്റർ ദ പവർ ദ ഗ്രേറ്റർ ദ ഡിസ്റ്റൻസ്. നമ്മൾ നേരത്തെ അറിഞ്ഞാണ് എത്രത്തോളം ശക്തിയായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ഗ്രൗണ്ടിനെ ടച്ച് ചെയ്ത് അത്രയും ദൂരം പോകാറുണ്ട്. അതാണ് ഗ്രൗണ്ട് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയും ഡാറ്റ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. സ്കൈ പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ ഇൻ സ്കൈ പ്രൊപ്പഗേഷൻ ഹയർ ഫ്രീക്വൻസി റേഡിയോ വേവ്സ് റേഡിയേറ്റ് അപ്വേർഡ് ഇൻ ടു ദ അയണോസ്ഫിയർ. നമ്മൾ ഡയഗ്രത്തിൽ കണ്ടതുപോലെ ഈ രണ്ടാമത്തെ ഡയഗ്രം ഒന്ന് നോക്കിയേ. അവിടെ ആൻറ്റിനയിൽ നിന്ന് അയണോസ്ഫിയറിലേക്കാണ് സിഗ്നൽസ് വിടുന്നത്. അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് മറ്റൊരു ഡയറക്ഷനിലേക്ക് പോകാൻ പോകുന്നത്. സോ ഇൻ സ്കൈ പ്രൊപ്പഗേഷൻ കുറച്ചുകൂടെ ഹയർ ഫ്രീക്വൻസി റേഡിയോ, ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് പവർ കൂടും. റേഡിയോ വേവ്സ് റേഡിയേറ്റ് അപ്വേർഡ് ഇൻ ടു ദ അയണോസ്ഫിയർ. അയണോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? ദ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ വേർ ദേ ആർ റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദി എർത്ത്. This type of transmission allows for greater distance with lower output power. കമ്പാരിറ്റീവ്ലി ഗ്രൗണ്ടിനേക്കാളും കൂടുതൽ പവർ ആണെങ്കിലും അതിശക്തമായ പവർ വേണമെന്നില്ല. അയണോസ്ഫിയറിലേക്ക് പോയി റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അയണോസ്ഫിയർ വരെ എത്തിക്കുന്ന ഒരു ശക്തി മതി. അവിടെ നിന്ന് പിന്നെ റിഫ്ലക്റ്റ് ചെയ്തത് പോകുന്നതായിട്ട് കാണാം സ്കൈ പ്രൊപ്പഗേഷൻ്റെ. ഇനി ലൈൻ ഓഫ് സൈറ്റ് എന്ന് കാണാം. ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ ഇൻ ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ വെരി ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് ആർ യൂസ്ഡ്. വളരെ കൂടുതൽ ഫ്രീക്വൻസി ഉള്ള സിഗ്നൽസ് ആണ് ലൈൻ ഓഫ് സൈറ്റ് ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആൻഡ് ദ സിഗ്നൽസ് ആർ ട്രാൻസ്മിറ്റഡ് ഇൻ സ്ട്രെയിറ്റ് ലൈൻസ് ഡയറക്ട്ലി ഫ്രം ആൻറ്റിന ടു ആൻറ്റിന. ഈ ഡയഗ്രം ഒന്ന് നോക്കിയേ. മൂന്നാമത്തെ ഡയഗ്രം രണ്ട് ആൻറ്റിനകളെ സിംബോളിക്കായിട്ട് എർത്തിൻ്റെ സർഫസിൽ വരച്ചിരിക്കുക. അവിടെ നിന്നൊരു ചെറിയ റോസ് കളറിലെ വര കണ്ടിട്ടുണ്ടോ? ലൈൻ ഓഫ് സൈറ്റ്. അതായത് സെൻറ്റർ അയക്കുന്നത് സ്ട്രെയിറ്റ് ലൈനിൽ റിസീവറിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. സോ ഡയറക്ട്ലി ദ സിഗ്നൽസ് ട്രാവൽ ഫ്രം ആൻറ്റിന ടു ആൻറ്റിന. ആൻറ്റിന മസ്റ്റ് ബി ഡയറക്ഷണൽ. അതായത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് രണ്ട് ആൻറ്റിനകളും ട്യൂൺ ചെയ്തെങ്കിൽ മാത്രമേ സെൻഡ് ചെയ്ത സിഗ്നൽ സ്ട്രെയിറ്റ് ലൈനിൽ വരുന്നത് റിസീവ് ചെയ്യാൻ വെക്കൂ. ദേ ഫേസ് ഈച്ച് അതർ ഐദർ ടോൾ ഇനഫ് ഓർ ക്ലോസ് ഇനഫ് ടുഗദർ നോട്ട് ടു ബി അഫക്റ്റഡ് ബൈ ദി കർവേച്ചർ ഓഫ് ദി എർത്ത്. എർത്തിൻ്റെ കർവേച്ചർ വന്നു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിൽ എത്തത്തില്ല. അപ്പോൾ അത്രയും ദൂരം മാത്രമേ ഇത് ഇരിക്കൂ. കാരണം എർത്തിൻ്റെ കർവേച്ചർ ഒരുപാട് കൂടുന്ന ഡിസ്റ്റൻസിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ലൈൻ ഓഫ് സൈറ്റിൽ കിട്ടത്തില്ല. അപ്പോൾ ഒന്നുകിൽ കുറച്ച് പരുവത്തിന് അടുത്ത് വെച്ചിരിക്കുന്നു. ഓക്കെ. ഇനി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഒരു ഉയരത്തിൽ കൊണ്ടുപോയി വെക്കണം. ഇൻ കേസ് എർത്തിൻ്റെ കർവേച്ചർ ഇച്ചിരി കൂടിയാലും കുറച്ച് വലിയ ടവറിൻ്റെ മേളിൽ ആൻറ്റിന വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കാണുന്നില്ലേ വലിയ ടവറിൻ്റെ മേളിൽ ആൻറ്റിന വെക്കുന്നത് ഒരു ഒബ്സ്ട്രക്ഷനും ഉണ്ടാകുന്നത്. അപ്പോൾ ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിഗ്നൽസിനെ ഒബ്സ്ട്രക്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ റിസീവിങ് ആൻറ്റിനയ്ക്ക് ഇത് കിട്ടത്തില്ല. ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ ഈസ് ട്രിക്കി ബിക്കോസ് റേഡിയോ ട്രാൻസ്മിഷൻസ് കനോട്ട് ബി കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ്. അപ്പോൾ പലപ്പോഴും അനുഭവപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫോക്കസ് ചെയ്യാൻ പാടുള്ളതാണ് റേഡിയോ സിഗ്നൽസ്. അപ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് ഫിറ്റ് ചെയ്യേണ്ടുന്ന ഒരു ട്രാൻസ്മിഷനാണ് ഈ ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. പണ്ടത് ഉപയോഗിക്കുന്നെങ്കിൽ ഇപ്പോൾ ഇത് കുറഞ്ഞു വരികയാണ്. ഇനി അപ്പോൾ ഇത് പ്രൊപ്പഗേഷനെ കുറിച്ച് പറഞ്ഞു. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് റേഡിയോ സിഗ്നൽസിൻ്റെ ഉപയോഗത്തോടു കൂടി എങ്ങനെ ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തുന്നു. ഓക്കെ. പിന്നെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക്. ഇനി നമുക്ക് ബാൻഡിനെ കുറിച്ച് പറയാം. ബാൻഡ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ബാൻഡ്സ് ആണ്. ഫ്രീക്വൻസി ബാൻഡ്സും കൂടെ അറിഞ്ഞിരുന്നാലേ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള ഡാറ്റ ട്രാൻസ്മിഷനെ കുറിച്ച് പൂർണ്ണ വിവരം കിട്ടുകയുള്ളൂ. The section of electromagnetic spectrum defined as radio waves and microwaves is divided into 8 ranges called bands. അതായത് റേഡിയോ ആൻഡ് മൈക്രോവേവിൻ്റെ ബാൻഡ് നമ്മൾ കണ്ടു. അതിനെ 8ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് അത് ഗവൺമെൻറ് ബോഡിയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഈ ബാൻഡ് ആർക്കും എടുത്ത് ഉപയോഗിക്കാൻ ഒക്കത്തില്ല. ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോട് കൂടിയിട്ടേ നമുക്ക് എർത്തിൻ്റെ സർഫസിൽ ഈ പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള ഡാറ്റ സിഗ്നൽസ് അയക്കാൻ ഒക്കും. നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അതിന് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രീക്വൻസിയിൽ അയക്കാൻ ഒക്കും. These bands are rated very low frequency VLF to extremely high frequency. അപ്പോൾ ഈ ബാൻഡിനകത്ത് ലോ ഫ്രീക്വൻസി മുതൽ ഹൈ ഫ്രീക്വൻസി വരെയുള്ള ടോട്ടൽ അവൈലബിൾ ബാൻഡ് വിഡ്ത്തിനെ 8 ഡിഫറെൻറ്റ് ബാൻഡ്സ് ആയിട്ട് തരംതിരിക്കുന്നു. ഇനി ഈ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ ബൈ ഹാർട്ട് ഒന്നും ചെയ്യേണ്ട, ഇത് അവയർനെസ്സിന് വേണ്ടി മാത്രം പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബാൻഡും അതിൻ്റെ റേഞ്ചും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ VLF വെരി ഹൈ ഫ്രീക്വൻസി, റേഞ്ച് 3 to 30 kHz ഗ്രൗണ്ട് പ്രൊപ്പഗേഷൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഗ്രൗണ്ട്, സ്കൈ, ലൈൻ ഓഫ് സൈറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന പലതരം റേഡിയോ ആൻഡ് മൈക്രോവേവ് ബാൻഡ്സിനെ കുറിച്ച് വിവരിക്കുന്നതാണ് ഇത്. അത് നോക്കി മനസ്സിലാക്കി ഒരു ഐഡിയ ബിൽഡ് ചെയ്യണം.
ഓക്കെ, ഇനി നമുക്ക് വയർലെസ് ട്രാൻസ്മിഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എങ്ങനെയാണ് റേഡിയോ വേവ് ഉപയോഗിച്ച് യഥാർത്ഥത്തിൽ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. റേഡിയോ വേവ്സ് ഗ്രൗണ്ടോ സ്കൈയോ ലൈൻ ഓഫ് സൈറ്റോ മൈക്രോവേവും അതുപോലെ ഇൻഫ്രാറെഡും ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ബാൻഡിനെ കുറിച്ചും അതുപോലെ തന്നെ ഗ്രൗണ്ട് സ്കൈ ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷനെ കുറിച്ചും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി റേഡിയോ വേവ്സ് എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഒക്കുമെന്നുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് നമ്മൾ നടത്താൻ പോകുന്നത്.